അങ്ങനെ അവാർഡ് കണക്കിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന നല്ല മെസ്സേജസ് എല്ലാം അവാർഡ് തന്നെയാണ്. അവര് നാട്ടുകാരെന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും എന്ന് പറയുന്ന ഓരോ വാക്കും ഞങ്ങൾക്ക് അവാർഡ് തന്നെ. ഞങ്ങൾക്ക് ഓരോ ലൈക്കും ഞങ്ങൾക്ക് അവാർഡ് തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈറൽ കപ്പിൾ, അത് നല്ലതാണോ ചിന്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് എന്തായാലും നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇത്രയും അധികം ആൾക്കാർക്ക് ഞങ്ങൾ ഇഷ്ടമാണെന്നുള്ളത് അറിയുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് എണ്ണത്തിനേക്കാളും കൂടുതൽ ആ ഓരോ കമൻറ്റിനും ഓരോ മെസ്സേജിനും ഓരോ ആൾക്കാർക്കും താങ്ക്സ് പറയും. അത് അവാർഡ് കണക്ക് വെക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒരുവിധം കോമ്പറ്റീഷൻ ആയിപ്പോൾ. ഇതിൽ കോമ്പറ്റീഷനൊന്നും ഇത് നാരി ശക്തി പുരസ്കാരം. അപ്പോൾ ഒന്ന് സ്പെഷ്യലി ഈ സാന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്, സ്നേഹസാന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ശ്രീജയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അംഗവൈകല്യം അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്, അങ്ങനെ തന്നെ പറയാം, കാരണം ആ ഒരു കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് ധൈര്യമില്ലാതെ ഈ അമ്മമാരെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ കാണുന്ന ഈ ഒരു കൂട്ടായ്മ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കൂട്ടായ്മയാണ്, പക്ഷെ അതിൽ ഉള്ളത് കൂടുതലും 25 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ, ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ, അവർക്ക് 2 or 3 വയസ്സ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓർഗനൈസേഷൻ അവരുടെ സന്തോഷവും ചിരിയും കളിയും അല്ലെങ്കിൽ ഒരു വിമൻസ് ഡേ സെലിബ്രേഷനിൽ അവർ തരുന്ന ആദരവിന് വലിയൊരു വാല്യൂവും കൂടെ ഉണ്ട്. കാരണം അവരുടെ ലൈഫിൽ ശരിക്കും വലിയൊരു കടമ്പ ഇങ്ങനെ കടക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിജീവനം എന്ന് തന്നെ പറയാം. ബിക്കോസ് ലൈഫ് പോസ് ചെയ്ത ഒരു ചാലഞ്ചിനെ ഓവർകം ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നിന്നും കുഞ്ഞുമോക്കൊരു അവാർഡ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. എസ്പെഷ്യലി ഈ ട്രസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ബിക്കോസ് എല്ലാവരും ചേർന്ന് നിൽക്കുന്നത്, ഇപ്പോൾ ഷീജ ഉൾപ്പെടെയുള്ള ഓരോരുത്തർക്കുമുള്ള അവരുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻ. അതുകൊണ്ടാണ് ഇന്ന് ആ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, കുട്ടികൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ മദേഴ്സ് എല്ലാം ഡിവൈൻലി ബ്ലെസ്ഡ് ആണ്, ഡിഫറെൻ്റ്ലി ബ്ലെസ്ഡ് ആണ്. കാരണം അവർക്ക് അത് ആ കുട്ടികളെ നോക്കാൻ ധൈര്യമാണ്. ആ വിട്ടിട്ട് പോയ ഭർത്താക്കന്മാരെക്കാളും ധൈര്യമാണ്. ഐ റിയലി സല്യൂട്ട് ഓരോരുത്തരെയും. വേറെന്താണ് ചോദിച്ചു? നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഇനി അടുത്ത ഷെഡ്യൂൾ ഇപ്പോൾ തുടങ്ങും 2 പേർക്ക്. അപ്പോൾ അതിനിടയ്ക്ക് ഇനിയൊരു പ്രഭാഷണം കണ്ണൂരുണ്ട്, അതിനിടയ്ക്ക് ഒരു മൂവി പ്രീമിയർ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നു. സന്തോഷമായിട്ട് പോകും.